ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഡ്യൂട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് രാവിലെ 5 മണിക്കാണ്. അപ്പം 5 മണിക്ക് എനിക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഫ്രൂ ഷിഫ്റ്റ് ആയിരുന്നു. ഇപ്പം ബസ് കയറാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ പോകേണ്ട അവസ്ഥയാണ് കേട്ടോ. കാരണം റോഡ് മൊത്തം ഐസായിട്ടിരിക്കുകയാണ്. ഓടാൻ പറ്റില്ല റോട്ടിൽ കൂടെ, തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വേണ്ട, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വണ്ടിയാണ് റോട്ടിൽ ഉപ്പിടുന്ന വണ്ടി കേട്ടോ. ഐസ് പിടിക്കാൻ സ്നോ ഒക്കെ കുറച്ച് ഉരുകി പോകാൻ വേണ്ടിയിട്ട് റോട്ടിൽ ഇങ്ങനെ ഉപ്പിട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വണ്ടി ചെയ്യുക. ഇന്ന് വീക്കെൻഡ് ആയ കാരണം തന്നെ എനിക്ക് 2 ബസ് കയറണ്ടാവുന്നു കേട്ടോ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം വീക്കെൻഡ്സിൽ ഡയറക്റ്റ് ബസ് ഉണ്ടാവില്ല, നമ്മൾ 2 ബസ് മാറി കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അത് കാരണം തന്നെ 15 മിനിറ്റ് വൈകിട്ടാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുക. നേരം വൈകിയോണ്ട് തന്നെ അധികം നേരം തട്ടിമുട്ടി നിൽക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. നേരെ ഡ്രസ്സ് മാറി വേഗം ഡ്യൂട്ടിക്ക് കയറാണ് കേട്ടോ ചെയ്തത്. 3 ദിവസമായിട്ട് അടുപ്പിച്ച് രാവിലെ ഡ്യൂട്ടിയുള്ള കാരണമാണോ എന്നറിയില്ല, നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഡ്യൂട്ടിക്ക് കയറിയിട്ട് ഒരു 10 മണി ആയപ്പോഴേക്കും നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ ചെയ്തത്. ബ്രേക്ക് എടുത്തിട്ട് നമുക്കങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള കോലാണ് കേട്ടോ. കാരണം ഇന്ന് വഹനൻ്റെയാണ്. വീക്കെൻഡ്സിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാനും ബസ്സില്ല, കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നു കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെ നമ്മളൊരു 3 മണി ആയപ്പോഴേക്കും വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയതും പിന്നെ ഒന്നും നോക്കാനില്ല, നേരെ പോവാ ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക. ഇന്ന് നമ്മൾ പ്രോൺസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ അല്ലിയിൽ നിന്ന് നമുക്കിങ്ങനെ കിക്കോഫ്റ്റ് പ്രോൺസ് മേടിക്കാൻ കിട്ടും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ചിട്ടുള്ള പ്രോൺസ് നമുക്ക് മേടിക്കാൻ കിട്ടും. എത്ര €3 സംതിങ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. ഞാനിത് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്രോസൺ ആയ കാരണം തന്നെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇന്ന് ഈ അടുക്കള, വിശാലമായ അടുക്കള എനിക്ക് ഒറ്റയ്ക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ കിട്ടി. നോർമലി ഞങ്ങളിവിടെ 16 പേരുള്ള കാരണം കുക്ക് ചെയ്യൽ കുറച്ച് റിസ്ക്കാണ്. കാരണം കുറേ വെയിറ്റ് ചെയ്യണം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് നല്ല ഭാഗ്യമുണ്ട്. ഫുൾ ഫ്രീ ആയിരുന്നു കേട്ടോ അടുക്കള. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഈ നേരത്തെ മൊത്തം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരും വരല്ലേ കുക്ക് ചെയ്യാൻ, എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റണേ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പ്രോൺസ് റൈസ് ആണ് കേട്ടോ. കാരണം ഈ പ്രോൺസ് വെച്ച് റൈസ് ഉണ്ടാക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആയ കാരണം ചെറുതായിട്ടൊരു കറി രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം റൈസ് സെറ്റാക്കിയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ സബോളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയപ്പോഴേക്കും പ്രോൺസിൻ്റെ ഫ്രോസണൊക്കെ ഒന്ന് പോയിട്ട് അത്യാവശ്യം വിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പ്രോൺസ് നേരെ എടുത്തിട്ട് ഉപ്പും പൊടിയും മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി സെറ്റാക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളിനി നേരെ നമ്മുടെ പ്രോൺസ് കറി ഉണ്ടാക്കാൻ പോവാണ്. വെളുത്തുള്ളി സബോളയൊക്കെ വാട്ടി നല്ല ഉപ്പ് പൊടി, മുളകും പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി സബോള വഴറ്റെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മുളകും പൊടിയും ഉപ്പും പൊടിയൊക്കെ തേച്ച് വെച്ച പ്രോൺസ് എടുത്തിടുക. എന്നിട്ട് നല്ല രീതിക്ക് വഴറ്റുക, കുറച്ച് വെള്ളം ഒഴിക്കുക, വഴറ്റുക, കുറച്ച് വെള്ളം ഒഴിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ കറി. അത്രേ ഉള്ളൂ, പിന്നെ ഒന്നും ചെയ്യാനില്ല. പ്രോൺസ് കറി സെറ്റ്. ഇനി നേരെ ചോറെടുക്കുക, ഈ പ്രോൺസ് കറിയിലോട്ട് ഇടുക, നേരെ ഇങ്ങോട്ട് മിക്സ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ പ്രോൺസ് റൈസ് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഫ്രിഡ്ജിൽ നോക്കുമ്പം കുറച്ച് നാൾ മുന്നേ മേടിച്ച് വെച്ച കേബേജ് ഇരിക്കുന്നത് കാണുന്നത്. ഏകദേശം പാടാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടിയും ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കി സെറ്റാക്കാമെന്ന്. ഇതൊരു കുഞ്ഞി കേബേജാണ് കേട്ടോ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നത്. നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ദാണ്ട ഇപ്പം നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി നമ്മൾ റൂമിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പ്രോൺസ് റൈസും പിന്നെ കേബേജ് ഉപ്പേരിയും പിന്നെ കുറച്ച് അച്ചാറുമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി തീരാൻ പറ്റുന്ന കാരണം എനിക്ക് ഈ പ്രോൺസ് കറി ഉണ്ടാക്കാൻ, പ്രോൺസ് റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സംഭവം സെറ്റായിരിക്കും. അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങണം. കാരണം നാളെയും രാവിലെയാണ് ഡ്യൂട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ചൂസ് ലീ ബെലോയിറ്റേ.